السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സമാദരണീയരായ നമ്മുടെ വേദിയിലെ അധ്യക്ഷർ ആർ വി കുട്ടിയാസൻ ദാരിമി അവർകളെ, അബൂബക്കർ യമാനി, അതേപോലെ തന്നെ ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, പ്രിയങ്കരനായ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, മുഖ്യാതി അബ്ദുവ മുഹമ്മദ്, അതേപോലെ തന്നെ മറ്റ് ഇവിടെയുള്ള ഉലമാക്കൾ, ഉമറാക്കൾ, ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, സംഘാടകർ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെയുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ, ഉസ്താദുമാരെ, മറ്റ് സംസ്ഥയുടെയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും എല്ലാം നേതാക്കളെ, മറ്റ് സമുദായ സുഹൃത്തുക്കളുടെ അഭിവാദ്യം. നമ്മുടെ തുവക്കുന്ന് മെയ്തുഹജൊക്കെ ഉണ്ട്. യമാനിയ അതിൻ്റെ വാർഷിക 4ാം സനദ്ദാന മഹാസമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖകരമായ ഒരു ദിനമാണ്. മഹാനായ നമ്മുടെ സംസ്ഥയുടെ, കടമേരിയുടെ, അതേപോലെ തന്നെ കൂട്ടുമല കോംപ്ലക്സിൻ്റെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ എല്ലാം ആയിരുന്ന, നമുക്ക് മറക്കാനാവാത്ത, വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി നമ്മുടെ ആ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലക്ക് ഒരു പരാതിയും ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രാവർത്തികമാക്കിയ നമ്മുടെ നെടുന്തൂണായിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്ന മഹാനായ മർഹൂം കോട്ടുമല ഉസ്താദിൻ്റെ മകൻ ബാപ്പു മുസ്ലിയാർ നമ്മോട് വിട പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് മർഹമത്തും മാഫിറത്തും നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ പല ഉലമാക്കളും നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അവർക്കെല്ലാം അള്ളാഹു മർഹമത്തും മാഫിറത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അദ്ദേഹത്തെപ്പറ്റി ഇവിടെ അബ്ദുസ്സമദും മറ്റും പല കാര്യങ്ങളും ഇവിടെ പറയുന്നതായിരിക്കും. അപ്പം ഞാൻ ഇവിടെ ആ കാര്യങ്ങളൊന്നും പറയുവാൻ മുതിർന്നില്ല. അദ്ദേഹത്തെ പറ്റി നിങ്ങളെല്ലാവരും ദിനപത്രങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അത്രയും വലിയ പണ്ഡിതനായിരുന്നു. അതേപോലെ തന്നെ സമസ്തയുടെ എല്ലാ സമ്മേളനങ്ങളും വിജയപ്രദമാക്കി തീർക്കുവാൻ മുന്നിൽ നിന്ന ഒരു വ്യക്തി കൂടിയായി. സുപ്രഭാതം അതിനെ പെട്ടെന്ന് തന്നെ അത്രയും നല്ല ഒരു ദിനപത്രമാക്കി മാറ്റുവാൻ പ്രവർത്തിച്ച അദ്ദേഹമായിരുന്നു. അങ്ങനെയെല്ലാം ഒത്തു ചേർന്ന ധാരാളം പ്രത്യേകതയുള്ള ഒരു മഹൽ വ്യക്തിത്വം. നമുക്ക് ഇത്രയും പെട്ടെന്ന് നമ്മോട് ഇവിടെ പറയുന്ന നാം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത ആ നല്ല സേവനങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ തുവക്കുന്ന് യമാനിയ, ഈ യമാനിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുറ്റിക്കാട്ടൂർ, അതേപോലെ തന്നെ ശൈഖുന ശംസുൽ ഉലമ, പോലെയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പോലെയുള്ള മഹാന്മാർ, ഇവരൊക്കെയാണ് ഇതിന് ഇവിടെ പ്രാരംഭ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇവിടെ വളർത്തി എടുത്ത് നമുക്ക് ഒരു വെളിച്ചം തന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് ഇതിനകം ധാരാളം ഹാഫിദും അതേപോലെ തന്നെ സ്വാഗതാർഹമാണ്, സുപ്രധാനമാപ്പെട്ട ഒന്ന് വിലപ്പെട്ട സ്ഥാപനങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹം.
നമ്മുടെ പിൻഗാമന മക്കൾ അവർ നല്ലവരായി അനുസരണമുള്ള അച്ചടക്കമുള്ള ആളുകളായിത്തീരണം. ഉമ്മയും ബാപ്പയും വിളിച്ചാൽ വിളി കേൾക്കണം, അവർ ഉത്തരം പറയണം, നമസ്കരിക്കുന്ന കുട്ടികളായിത്തീരണം. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് രക്ഷിതാക്കൾ ഇങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് അയച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇതിനെല്ലാം എത്രയോ ചിലവ്, ഭക്ഷണത്തിനും മറ്റ് അധ്യാപകന്മാർക്കുമെല്ലാം ശമ്പളം, വലിയ ഭീമമായ ചിലവുകളാണ് ഇതിനു വേണ്ടി ഉള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ മഹത്വം. അതേപോലെ തന്നെ നമ്മുടെ മൺമറഞ്ഞ പല നേതാക്കന്മാരും പുസ്തകന്മാരും പറഞ്ഞു, ഉലമാക്കൾ അൽ ഉലമാ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ് ഉലമാക്കൾ. അപ്പോൾ ഇവർക്ക് ധാരാളം ബാധ്യതകളും കടപ്പാടുകളുമുണ്ട്, മറ്റുള്ളവരെ പോലെയല്ല. കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ തന്നെ നിങ്ങൾ ധാരാളം ഖൈറുള്ള ഉത്തമ സമൂഹമാക്കി മാറ്റി. അതെന്തുകൊണ്ട് എന്ന് ഇപ്പോൾ തന്നെ മറ്റുള്ളവരെ പോലെ ഇവിടെ കുത്തഴിഞ്ഞ ജീവിതം ജീവിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ധാരാളം കടപ്പാടുകളും കടമകളും നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തീർച്ചയായും ജാഹിലും ഫിൽ അർദി ഖലീഫ, അള്ളാഹുവിൻ്റെ ഖലീഫകളായിക്കൊണ്ടാണ്, പ്രതിനിധിയായിക്കൊണ്ടാണ് നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ മഹത്വവും പദവിയുമാണ് മനുഷ്യർക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ആദമൽ അസ്മാഉല്ല, ആദം നബിക്ക് എല്ലാ വിധത്തിലും നാമങ്ങളെയും എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളെയും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ആദ്യ മനുഷ്യർ, ആദ്യ പിതാവും ആദ്യ പ്രവാചകർ. അപ്പോൾ മനുഷ്യർ ഇതൊക്കെ എന്തുകൊണ്ടാണ് സാധിക്കുക? അപാരമായ ഒരനുഗ്രഹം, ആ വിശേഷ ബുദ്ധി നൽകിക്കൊണ്ട് മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുകയാണ്, വെറുതെ അല്ല. അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ ആ വിശേഷ ബുദ്ധി ഉപയോഗപ്പെടുത്താം. അതിനെ ഒരിക്കലും തന്നെ തുരുമ്പ് പിടിപ്പിക്കാൻ പാടില്ല, അതിനെ വികസിപ്പിക്കണം. എങ്ങനെയാണ് അതിനെ മൂർച്ച കൂട്ടുന്നത്? ധാരാളം വിജ്ഞാനം നാം പഠിക്കുക, അറിവ് സമ്പാദിക്കും. അപ്പോൾ കൂടുതൽ കൂടുതൽ ആ ബുദ്ധി ശക്തി കൂടുന്നു, വികസിക്കുന്നു, മൂർച്ച കൂടുന്നു. ഇതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു നമുക്ക് നൽകിയ ഒരു കൂടിയ അമാനത്താണ് ഇത് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമ്പത്ത് ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി, ഇതാണ് ഇന്നത്തെ ജിഹാദ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള ഈ പരിശുദ്ധമായ ഈ ദീനിനെയും അതേപോലെ തന്നെ ഇന്ന ദീന എന്തുല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം. ആ ഇസ്ലാമിനെ പറ്റി പഠിക്കലെന്താണ്? നിസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ പഠിക്കുക, ഇതാണ് നമ്മുടെ കടമ. അപ്പോൾ ആ പഠനം ഇൽമാണ് ഏറ്റവും വലിയ ഒരു ജിഹാദി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി തയ്യാറായ തീർച്ചയായിട്ടും ഒരു ചെറിയ പേന ഒരു കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു, അതിൽ കിതാബ് മേടിച്ചു കൊടുത്തു, അത് തന്നെ ഏറ്റവും വലിയ ഒരു ധർമ്മമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പലതും ഇൽമുമായിക്കൊണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യനെ ഏറ്റവും ഉയർത്തുന്നത് ഇൽമാണ്. മലക്കുകളെപ്പോലും കവച്ചു വെക്കാൻ മനുഷ്യന് സാധിക്കും, കൂടുതൽ അറിവ് സമ്പാദിച്ചാൽ. ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അറിവില്ലാത്തവരും അറിവുള്ളവരും ഒരേപോലെയല്ല എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പലതും നമ്മുടെ ഉലമാക്കളെപ്പറ്റി, ഇൽമിനെപ്പറ്റി ഹദീസും ഖുർആനും നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെ ചെന്നും ത്യാഗം ചെയ്തുകൊണ്ട് ഇൽമിനെ നിങ്ങൾ പഠിക്കണം. നമ്മളെ നഷ്ടപ്പെട്ട ഒരു സമ്പത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടെടുക്കൽ നമ്മുടെ കടമയാണ്. ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തന്നെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്, പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാരെ ഇവിടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ശരിക്കും ഇവിടെ നിർവഹിച്ചുകൊണ്ട് മത പണ്ഡിതന്മാരെ ബഹുമാനിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നമാ അഖ്സല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൽ ഏറ്റവും അവൻ്റെ അടിപൊളി വെച്ച് ഏറ്റവും അള്ളാഹുവിന് ഭയപ്പെടുന്ന ആളുകൾ അവർ പണ്ഡിതന്മാരാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ശരിക്കും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭരണഘടനയെ പോലും മാറ്റിമറിക്കുവാനുള്ള പല അടവുകളും പാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എല്ലാവർക്കും, ഏത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും മറ്റു മതങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ വിശ്വസിച്ച് ജീവിക്കുവാനുള്ള അവകാശമുള്ള നാടാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ആ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല. അതിനെ ഒറ്റക്കെട്ടായി വയത്തസിമ്മു ബിഹബിലില്ലാഹി ജമിയ,
ഒന്നിച്ച് ഒറ്റക്കെട്ടായിക്കൊണ്ട് ജീവിച്ചുകൊണ്ട് നാം അത്തരത്തിലുള്ള ആ വെല്ലുവിളികളെ ഒന്നിച്ച് നേരിടാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മറമത്ത് നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി തരുമാറാകട്ടെ. ഇനിയും ഈ സ്ഥാപനത്തിന് ധാരാളം കാര്യങ്ങൾ നിർവഹിക്കുവാനുണ്ട്. ഈ സ്ഥാപനത്തെ അള്ളാഹു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുമാറാകട്ടെ. മഹാനായ ശംസുൽ ഉലമയുടെ എല്ലാ ഗുരുത്വവും പൊരുത്തവുമുള്ള ഒരു സ്ഥാപനം കൂടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ മഹാനവരുടെ ഗുരുത്വം തീർച്ചയായിട്ടും ഇത് വളരും, ഇത് ഉയരും എന്ന കാര്യം തീർച്ചയായിട്ട് അത് അള്ളാഹു അവരുടെ വർക്കത്ത് കൊണ്ട് ഉയർത്തുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ സനദ് ദാനം നിർവഹിക്കപ്പെടുകയാണ്. ഹാഫിലിങ്ങൾ തയ്യാറെടുത്തിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ആദ്യമായി സനദ് നൽകുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 6 മാസം കൊണ്ട് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഇന്ന് മംഗലാപുരം ഹോസ്പിറ്റലിൽ ക്യാൻസറായിക്കൊണ്ട് ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന നമ്മുടെ ഉസ്താദ് ഹാഫിദ് ശിഹാബുദ്ദീൻ ഉസ്താദിൻ്റെ അനുജനാണ് ആദ്യമായി സനദ് ഏറ്റുവാങ്ങേണ്ടത്. ആ നിസാമുദ്ദീനു വേണ്ടി ഉസ്താദ് അവറുകൾ സനദ് ഏറ്റുവാങ്ങുകയാണ്. ഹാഫിദ് നിസാമുദ്ദീൻ മണിയറ എന്ന വിദ്യാർത്ഥിയുടെ ജ്യേഷ്ഠൻ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഹാഫിദ് ശിഹാബുദ്ദീൻ ഉസ്താദ് ഹൈദർ അലി ശിഹാബ് തങ്ങളിൽ നിന്നും സനദ് ഏറ്റുവാങ്ങുന്നു. രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അടുത്തത് ഹാഫിൽ അബ്ദുള്ള ജാദിയേരി. വിദ്യാർത്ഥികൾ റെഡിയായി കയറി വരണമെന്ന് അറിയിക്കുകയാണ്. ഹാഫിൽ മുഹമ്മദ് സഫ്വാൻ കാക്കയങ്ങാട്, ഹാഫിൽ ഇല്യാസ് പാറക്കടവ്, ഹാഫിൽ ആരിഫ് അലി കുനിയിൽ പിടിക, ഹാഫിൽ മുഹമ്മദ് സിയാദ് വൾവക്കാട്, ഹാഫിൽ മുഹമ്മദ് മിദ്ലാജ് വളയം, ഹാഫിൽ അനസ് വളയം, ഹാഫിൽ സിദ്ദീഖുൽ അക്ബർ കുറ്റൂർ, ഹാഫിൽ മുഹമ്മദ് ഫാസിൽ കുറുവച്ചങ്കണ്ടി തുവക്കുന്ന്, ഹാഫിൽ മുഹമ്മദ് ജാബിർ വിളക്കോട്, ഹാഫിൽ മുഹമ്മദ് തൗസീഫ് പാലാരിഞ്ഞൽ, ഹാഫിൽ അബ്ദുൽ അഹദ് പുറക്കളം, ഹാഫിൽ മുഹമ്മദ് ഫായിസ് വേവം, ഹാഫിൽ മുഹമ്മദ് അഫ്ലൽ മുഗേരി, ഹാഫിൽ മുഹമ്മദ് ഷാമിൽ പുതിയ റോഡ്, ഹാഫിൽ മുഹമ്മദ് സഫ്വാൻ പുതിയ റോഡ്,
അടുത്തതായി ഇവർക്കുള്ള ഉപഹാരം ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് നിർവഹിക്കുകയാണ്. ഓരോരുത്തരായി വളരെ പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വന്ന് ഉസ്താദിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. വളരെ പെട്ടെന്ന്, ഒട്ടും താമസിക്കരുത്. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിൻ്റെയും പേരിലുള്ള ഉപഹാരമാണ്. എല്ലാവരും ഹാഫിദ് നിസാമുദ്ദീൻ ഉസ്താദ് ആലിക്കുട്ടി ഉസ്താദ് ഉപഹാരം സമർപ്പിക്കുന്നു. പെട്ടെന്ന് വരിക. ഹാഫിദ് അബ്ദുള്ള ജാദിയേരി, മുഹമ്മദ് സഫ്വാൻ കാക്കയങ്ങാട്, ഇല്യാസ് പാറക്കടവ്, ആരിഫ് അലി, വളരെ പെട്ടെന്ന് കടന്നു വരിക. ഹാഫിദ് മുഹമ്മദ് സിയാദ്, മിദ്ലാജ്, അനസ്, സിദ്ദീഖ്, ഫാസിൽ, ജാബിർ, തൗസീഫ്, അഹദ്, ഫായിസ്, അഫ്ലൽ, ഷാമിൽ, സഫ്വാൻ. ഷെയ്ഖുന ചേലക്കാട് ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഭിവന്ദ്യനായ പ്രിൻസിപ്പൽ ചേലക്കാട് ഉസ്താദ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കുമരമ്പത്തൂർ ഉസ്താദിൻ്റെയും കോട്ടുമല ഉസ്താദിൻ്റെയും പേരിലുള്ള മൊമെൻറ്റോ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ചേലക്കാട് ഉസ്താദ് നിസാമുദ്ദീൻ മണിയറക്ക് നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അബ്ദുള്ള ജാദിയേരി, കുട്ടി ഹസൻ ദാരിമി ഉപഹാരം നൽകുന്നു. സഫ്വാൻ കാക്കയങ്ങാട്, അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് ഉപഹാരം നൽകുന്നു.
സിദ്ദീഖുൽ അക്ബർ കാടാച്ചിറ പാലത്തായി മൊയ്തു ഹാജി ഉപഹാരം നൽകുന്നു. അടുത്തതായി പറമ്പത്ത് അബ്ദുറഹിമാൻ ഫൈലി ഹാഫിദ് മുഹമ്മദ് സഫ്വാൻ ഉപഹാരം നൽകുന്നു. സഫ്വാൻ വി നമ്മുടെ മഹല്ല് കാളി പറമ്പത്ത് അബ്ദുറഹ്മാൻ ഫൈസി ഉപഹാരം നൽകുന്നു. ഹാഫിദ് മുഹമ്മദ് സിയാദിന് RB ഇല്യാസ് ദാരിമി ഉപഹാരം നൽകുന്നു. KK സൂപ്പി ഹാജി തൗസീഫിന് ഉപഹാരം നൽകുന്നു. ഉമർ കോയ ഹാജി ഹാഫിദ് മുഹമ്മദ് ഫായിസിന് ഉപഹാരം നൽകുന്നു. സക്കരിയ ബാക്കവി മുഹമ്മദ് ഫാസിൽ KK ഉപഹാരം നൽകുന്നു. AP ഇസ്മായിൽ സാഹിബ് മുഹമ്മദ് ഷാമിൽ NK ഉപഹാരം നൽകുന്നു. VP പൊയിലൂർ മുഹമ്മദ് മിഥിലാജിനുള്ള ഉപഹാരം നൽകുന്നു. V നാസർ മാഷർ ആരിഫ് അലിക്കുള്ള ഉപഹാരം നൽകുന്നു. അബ്ബാസ് ഹാജി ഹാഫിദ് മുഹമ്മദ് അഫ്സലിനുള്ള ഉപഹാരം നൽകുന്നു. റസാഖ് ഹാജി പാനൂർ മുഹമ്മദ് ജാബിറിനുള്ള ഉപഹാരം നൽകുന്നു. റസാഖ് ഹാജി ജാബിറിനുള്ള ഉപഹാരം നൽകുന്നു. അനസ് TVക്കുള്ള ഉപഹാരം ഷറഫുദ്ദീൻ ഹൈത്തമി നൽകുന്നു. കുർവാളി മമ്മു ഹാജി ഹാഫിൽ അബ്ദുൽ ഹാദിനുള്ള ഉപഹാരം നൽകുന്നു. മുഹമ്മദ് ഇല്യാസിനുള്ള ഉപഹാരം മുനീർ ഫൈലി നൽകുന്നു. ഇല്യാസ് ഈ 2 വർഷം കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഭിമാനമായ ഈ റിസൾട്ട് നൽകിയ 17 ഹാഫിലിങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാമായി മാറിയ ഹാഫിൽ ശിഹാബുദ്ദീൻ മൗലവിക്ക് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉപഹാര സമർപ്പണം നടത്തുന്നു. സ്നേഹാദരം നൽകുന്നു. ഹൈദർ അലി ശിഹാബ് തങ്ങളെയും ഹാഫിൽ ഉസ്താദിനെയും സർവാദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അടുത്തതായി സഹ അധ്യാപകൻ നമ്മുടെ സ്ഥാപനത്തിലെ ഉസ്താദ് അനസ് വാഫി ഉസ്താദ് അവർക്ക് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉപഹാരം നൽകുന്നു.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അടുത്തതായി വേദി ക്യാഷ് അവാർഡ് ഷെയ്ഖുൽ ജാമിയ ഉസ്താദ് അവറുകൾ നിർവഹിക്കുന്നു. ഇവരെ പരിശീലിപ്പിച്ച ഉസ്താദുമാർക്കുള്ള ക്യാഷ് അവാർഡ് ഷെയ്ഖുൽ ജാമിയ ഉസ്താദ് അവറുകൾ നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു. അടുത്തതായി ഉസ്താദ് അനസ് വാഫി. അല്ലാഹു അക്ബർ. ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ്, മഹത്തായ നമ്മുടെ സ്ഥാപനങ്ങളുടെയും സംഘടനയുടെയും മാർഗ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട കുട്ടി ഹസൻ ദാരിമി യമാനി, ഉജ്ജ്വല വാഗ്മി നമ്മുടെ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട അബ്ദുസമദ് സാഹിബ് പൂക്കോട്ടൂർ, മെയ്തു ഹാജി, മറ്റു പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, മുഹിബ്ബീങ്ങളായ നമ്മുടെ ബന്ധുക്കൾ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനെ നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിച്ചു കൊള്ളും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഖുർആൻ്റെ ആദരവിനെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മെ അറിയിച്ചത്. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ എല്ലാവർക്കും ഗ്രന്ഥം നൽകി എന്ന് പറയുമ്പോൾ ആകെ ഗ്രന്ഥങ്ങളായുള്ളത് 4 വലിയ കിതാബും 100 ഏടുമാണ്. എല്ലാവർക്കും കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുത്തു തന്നെയാണ് പിന്നെയും മറ്റുള്ളവർക്ക് കൊടുത്തതെന്നർത്ഥം. 800 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കാലഘട്ടം ആദം നബി അലൈഹിസ്സലാമിനും തൻ്റെ മക്കൾക്കും പേരമക്കൾക്കും നൽകപ്പെട്ടത് 10 ഏടുകളാണ്. ആ 800 വർഷക്കാലത്തുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ പകർത്താനും ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനും പറ്റിയ ആവശ്യമായ കാര്യങ്ങൾ അതിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകി. തൗറാത്ത് മൂസാ നബിക്ക് മാത്രമല്ല, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ, ശക്തമായ നിലയിൽ ഈ കിതാബ് കൈപ്പറ്റണം എന്ന് പറഞ്ഞത് യഹ്യാ നബിനോടാണ്. അത് തൗറാത്ത് തന്നെയാണ് കിതാബ്. യഹ്കുമു ബിഹൻ നബിയൂൻ, പതിനായിരക്കണക്കിലുള്ള അമ്പിയാക്കന്മാർ ബനി ഇസ്രായേൽപ്പെട്ടവർക്ക് അള്ളാഹു നൽകിയ ഗ്രന്ഥവും തൗറാത്ത്. സബൂറും ഇഞ്ചീലും അതുപോലെ അള്ളാഹു ബനി ഇസ്രായേൽപ്പെട്ട ആളുകൾക്ക് ദാവൂദ് നബിക്കും ഈസാ നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ ഫുർഖാനുൽ അലീം നൽകപ്പെട്ടത് ഷഫീഉനാ റസൂലുള്ളാഹി മറ്റ് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതുപോലെയല്ല. ഇന്ന സ്ഥലത്ത് വരിക, ഈ കിതാബ് കൈപ്പറ്റുക എന്ന് പറഞ്ഞതനുസരിച്ച് അവർക്ക് കിതാബ് നൽകിയതാണ്. പക്ഷേ റസൂലുള്ളാഹിക്ക് 23 വർഷക്കാലം കൊണ്ടാണ് കിതാബ് നൽകിയത്. ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി, അവസാനം ഇറങ്ങിയത് ഖുർആനിലെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസം സൂക്ഷിച്ചു കൊള്ളണം
ആ ആയത്തിറങ്ങിയിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാത്രമാണ് തങ്ങൾ ജീവിച്ചത്. പക്ഷേ ഖുർആൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഫാത്തിഹത്തുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹയാണ്, അവസാനത്തേത് സൂറത്തുൻ നാസ്. ഇത് 23 വർഷക്കാലം കൊണ്ട് ഇറക്കി തീർത്തു. ആ കിതാബുകൾ ഇറങ്ങുമ്പോഴെല്ലാം അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം പറഞ്ഞു കൊടുക്കാനും അത് പഠിക്കാനും കുറേ ആളുകളെ, സഹാബിമാരായ ആളുകളെ ഏൽപ്പിച്ചു. യുദ്ധത്തിലാണെങ്കിലും യാത്രകളിലാണെങ്കിലും ഒക്കെ തങ്ങളോടുകൂടെ സഹാബിമാരുണ്ട്, ഖുർആനെ പഠിക്കാനും മനസ്സിലാക്കാനും. യുദ്ധം ചെയ്യാൻ വയ്യാത്തവരുമുണ്ട് ആ കൂട്ടത്തിൽ. 23-ാമത്തെ വർഷത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് വീണ്ടും എത്തി. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പുണ്യമായ ഹജ്ജ്, ആ ഹജ്ജിൽ 1.25 ലക്ഷം വരുന്ന സഹാബിമാർ, 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരാണ്, അവരെയാണ് നബിമാരായിട്ട് അല്ലാഹു തആല നിയോഗിച്ചത്. 1.25 ലക്ഷം വരുന്ന സഹാബിമാർ തന്നെയാണ് തങ്ങളുടെ ഈ കിതാബ് ഏറ്റെടുക്കാനായി എത്തിപ്പെട്ടത്. ആ ആളുകളോട് റസൂലുള്ള പറഞ്ഞത് 23 വർഷക്കാലം നടത്തിയ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ആകത്തുക ചുരുക്കപ്പതിപ്പ് 8 മിനിറ്റ്, ഏറിയ 10 മിനിറ്റ് മനുഷ്യാവകാശത്തെപ്പറ്റിയാണ്. മനുഷ്യൻ്റെ രക്തവും അവരുടെ സമ്പത്തും അവരുടെ അഭിമാനവും പവിത്രമാണ്. ഒരു മനുഷ്യൻ്റെ മാനം കെടുത്താൻ പാടില്ല, ഒരു മനുഷ്യൻ്റെ രക്തം വെറുതെ കുത്തിയൊലിപ്പിക്കാൻ പാടില്ല, ഒരാളുടെ സമ്പത്ത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇതാ റസൂലുള്ളാഹി പറഞ്ഞു. ഈ മെസ്സേജ് കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അതനുസരിച്ച് സഹാബിമാരെല്ലാം ആ വാക്ക് കേൾപ്പിച്ചു കൊടുത്തു. അവസാനം തങ്ങൾ പറഞ്ഞത് ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ടെത്തിക്കണം എന്നാണ്. ആ ഒരായത്ത് എത്തിക്കാൻ വേണ്ടി, ഒരായത്തെങ്കിലും എത്തിക്കാൻ വേണ്ടി 1,13,000 സഹാബിമാർ മക്കയും മദീനയും വിട്ടു. മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് 10,000 പേർ, 2,000-ഓളം മക്കത്തും പരിസരത്തുമായി. ബാക്കി 1,13,000 സഹാബിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളില, ആഫ്രിക്കൻ്റെ അങ്ങേയറ്റം മൊറോക്കോ മുതൽ യൂറോപ്പിൻ്റെ അങ്ങേയറ്റം വരെ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒക്കെ സഹാബിമാരെത്തിയിട്ടുണ്ട്. ചൈനൻ്റെ അങ്ങേ തലക്കലാണ് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസി. അദ്ദേഹത്തിൻ്റെ ഖബറും അവിടെയാണ്, അദ്ദേഹത്തിൻ്റെ പള്ളിയും അവിടെയാണ്. ദീനീ ദഅവത്തിന് വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങി. കലുഷിതമായ ബർമയിൽ ഇസ്ലാം എത്തിച്ചത് അംർ ഇബ്നുൽ ആസി തങ്ങളവറുകൾ, സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളവറുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂന. നമ്മുടെ മക്കൾ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയിൽ നിന്ന്, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളവറുകളിൽ നിന്ന് ഖുർആനെ സംബന്ധിച്ചുള്ള ഇജാസത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. ഖുർആൻ മനഃപ്പാഠമാക്കി എന്നർത്ഥം. ഒരായത്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം എന്നതിന് പകരം 6666 ആയത്തുകൾ മനഃപ്പാഠമാക്കി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. അത് ചിലപ്പോൾ ഇമാമ് നിന്നിട്ടാവും, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കാൻ തയ്യാറായി മദ്രസകളിലോ ഹിഫ്ദ് കോളേജുകളിലോ മദ്രസത്തുൽ ഹിഫാദിലോ ഒക്കെ വെച്ചാൽ ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് ഈ മക്കൾ. അത് വാങ്ങിക്കേണ്ടത് മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് മേടിക്കാൻ പോയ മാതിരി കുറേ ആളുകളെയും തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കലാമ് മേടിക്കാൻ, അള്ളാഹുവിൻ്റെ കലാമ് സ്വീകരിക്കാൻ പോയപ്പോൾ കുറേ ആൾ എന്നതുപോലെ ഇത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളിൽ നിന്ന് വാങ്ങിക്കാൻ വന്നെത്തിയ നമ്മുടെ മക്കൾ ഈ സ്റ്റേജും ഇരിക്കുന്ന ഉലമാവും ഉമറാവും സയ്യിദുമാരും
സ്റ്റേജിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന മുഹിബ്ബീങ്ങളായ സഹോദരന്മാർ, അതിൽ ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്, മുഹിബ്ബീങ്ങളായ സഹോദരന്മാരുണ്ട്. അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇതിനെ. അതൊരു തക്രീമാണ്, ഒരാദരവ്. ആ ആദരവ് എവിടെയെങ്കിലും പോയിട്ട് ഒരു സാധനം ചുരുട്ടി മടക്കി പോലെ കയ്യിലാണ്ട് കൊടുത്തേക്കല്ല. വളരെ സുന്ദരമായ നിലയിൽ അത് മേടിക്കാൻ വരുന്ന ആളുകളുടെ ഡ്രസ്സും ഒരു മോഡൽ ഡ്രസ്സാണ്. അവരെ കൽബും അതുപോലെ ശുദ്ധിയാക്കപ്പെട്ടിട്ടുണ്ട്. ശുദ്ധിയാക്കിയത് അവരുടെ ഉസ്താദന്മാർ തന്നെയാണ്. പരിശുദ്ധമാക്കപ്പെട്ട വചനങ്ങൾ സ്വീകരിക്കുന്നത് പരിശുദ്ധമായ ഹൃദയങ്ങളിലേക്ക്, കൽബുകളിലേക്ക്. ആ നിലക്ക് വളരെ പ്രധാനമായൊരു സദസ്സിൽ വെച്ച് പുണ്യമായൊരു ദിവസം, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കഴിഞ്ഞതിന് ശേഷം റബീഉൽ ആഖിർ മാസത്തിൽ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളവറുകൾ, ഖുതുബുൽ അഖ്താബ് തങ്ങളവറുകൾ, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ സമ്മാനം, മരണം ഒരു മനുഷ്യന് നൽകുന്ന സമ്മാനമാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മരണം മനുഷ്യന് നൽകുന്ന സമ്മാനം. KT ഇമാനു മുസ്ലിയാർ വലിയ തോതിൽ ദീനി പ്രബോധന പ്രവർത്തനം നടത്തിയ മഹാന് അള്ളാഹു മരണമാകുന്ന സമ്മാനം നൽകിയത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ വലിയ മീറ്റിങ്ങിൽ വെച്ചാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന സമ്മേളനം കുറേ ആളുകളുടെ സദസ്സിൽ വെച്ചായിരിക്കണം എന്ന് അള്ളാഹ് കണക്കാക്കിയത്. KC ജമാലുദ്ദീൻ മുസ്ലിയാർ SKSFിൻ്റെ കുട്ടികളുടെ വലിയ മീറ്റിംഗ് നടക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഉമർ അലി ശിഹാബ് തങ്ങൾ അവർ സദസ്സിലുണ്ട്, മഹാന്മാരൊക്കെയുണ്ട്. ആ സദസ്സിൽ വെച്ച ക്ഷീണിതനായി അദ്ദേഹം. വലിയ സമ്മാനം. ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന പദവികൾ, ആ സ്ഥാനങ്ങൾ ദുനിയാവെന്ന് ചെയ്തിട്ടുള്ള അതിന് ദുനിയാവെന്ന് തന്നെ പ്രതിഫലം കൊടുക്കാൻ സാധ്യമല്ല, അത്ര വലിയതാണ്. ആദം നബി 40 പ്രാവശ്യം അല്ലെങ്കിൽ 20 പ്രാവശ്യം ഹജ്ജിന് നടന്നു പോയ ആളാണ്. അയാൾക്കുള്ള പ്രതിഫലം ദുനിയാവിൽ കൊടുക്കാൻ കഴിയൂല. ലാ യഹ്ദിയ ബികല്ലാഹു റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹ. ഒരു മനുഷ്യൻ എൻ്റെ കൈക്ക് നന്നായി തീർന്നാൽ, ഹിദായത്തായി കഴിഞ്ഞാൽ, അത് ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനൊക്കെയാണ് പ്രധാനം. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന് ഈ അമലൊക്കെ പാടെ ചെയ്തതിൻ്റെ കൂലി എവിടെ കൊടുത്തു തീർക്കുക? അപ്പോൾ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് ഉഖറവിയായ ലോകമാണ്. അതുകൊണ്ട് ആ കൂലി മേടിക്കാനായി, ആ സമ്മാനം മേടിക്കാനായി നിങ്ങൾ വന്നുകൊള്ളണം എന്നാണ്. അത് മരണമാണ് അതിൻ്റെ തുടക്കം. അതുകൊണ്ട് മരണം ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന വലിയ സമ്മാനം. ഇന്ന് വാപ്പ മുസ്ലിയാർ വഫാത്തായി. 65 വയസ്സേ ഉള്ളൂ. അതിന് താഴെ വയസ്സുള്ള ആൾക്കാരും നമ്മളെ കൂട്ടത്തിൽ മരിച്ചു വീട്ടിൽ നാട്ടിക മൂസ മുസ്ലിയാർ. ബഹുമാനപ്പെട്ട നവവി ഇമാമ മരിച്ചത് ഇതേ പ്രകാരം 45-ാമത്തെ വയസ്സിലാണ്. ഒരുപാട് പണ്ഡിതന്മാർ ചെറുപ്പത്തിലും വലുപ്പത്തിലൊക്കെ, അത് ഓരോരുത്തർക്ക് അല്ലാഹു തആല നിശ്ചയിച്ച സമയം വരുമ്പോൾ അവിടെ വെച്ച് അവരുടെ വർക്കൊക്കെ ക്ലോസാക്കി പിന്നെ അത് തുടർന്നു കൊണ്ടിരിക്കുക. അപ്പോൾ ആ നിലക്ക് നമ്മുടെ മക്കൾക്ക് നൽകപ്പെട്ട ഈ പ്രധാനമായ ദൗത്യം, ആ ദൗത്യത്തിന് സാക്ഷികളാകാൻ ഒരുമിച്ച് കൂടിയ നാം എല്ലാവരും. തങ്ങൾ പാപ്പ ഇത് ഈ മഹത്തായ സമ്മേളനത്തിൽ വലിയ ഈ പ്രസ്ഥാനത്തിന്, ഈ വിഷയത്തിന് സാക്ഷിയാകാൻ വേണ്ടി വന്നതാണ്. എല്ലാവർക്കും തിരക്കുണ്ട്, പ്രയാസങ്ങളുണ്ട്. മഹത്തായ ഈ സദസ്സിൽ വെച്ച് ഈ ആളുകളൊക്കെ പങ്കെടുത്ത സ്ഥലത്ത് വെച്ച് നമ്മുടെ മക്കൾക്ക് നൽകിയ ഇജാസത്ത്, അജാസ എന്ന് പറഞ്ഞാൽ വിട്ട് കടന്നു, കടലിനക്കരെ കടന്നു, പുഴക്കക്കരെ കടന്നു എന്ന് പറഞ്ഞമാരൊരു വിഷയത്തിൽ പൂർണ്ണമായ പാണ്ഡിത്യം ലഭിച്ചു കഴിഞ്ഞ ആളുകൾക്ക്, അല്ലെങ്കിൽ ഖുർആൻ ആണെങ്കിൽ അതിൻ്റെ ഹിഫ്ള് പൂർത്തിയാക്കിയ ആളുകൾ, വിട്ട് കടന്നവർ, ബൈക്ക് വെച്ച് തട്ടിത്തടഞ്ഞ് നിൽക്കണില്ല, നേരെ കഴിഞ്ഞു പോയവർ, അതാണ് ഇജാസത്ത്. അത് മേടിച്ച ആൾക്കാർ നമ്മുടെ മക്കൾക്ക് ഇതനുസരിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിന് ഒരുപാട് ആളുകൾ പൈസ സഹായിച്ചിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് കവർ കൊടുത്തിട്ടുണ്ട്, സമ്മാനം നൽകിയിട്ടുണ്ട്, ഈ സ്ഥാപനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സ്ഥാപനം ഇനിയും വളർന്നു വരണം, ഉയർന്നു വരണം. ഹാഫിളീങ്ങളായ മക്കൾക്ക് ശരീഅത്തിനെ പറ്റിയും പഠിപ്പിക്കണം. അതിന് ശരീഅത്തിൻ്റെ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ വേണം. ഇവിടങ്ങളിലൊക്കെ യമാനിയിലും ജാമിയിലും
അതുപോലെ മറ്റ് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. അതനുസരിച്ച് നമ്മുടെ മക്കളെ പഠനം പൂർത്തിയാക്കാനും കൂടി, ശരീഅത്തുള്ള പഠനം പൂർത്തിയാക്കാനും കൂടി അവർ മുന്നോട്ട് വരണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഹാഫിളീങ്ങൾ എന്ന പോലെ ആലിമീങ്ങളായിട്ടും ഫാദിലീങ്ങളായിട്ടും ഉള്ള ദർജകളെത്താൻ അവർക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇതിൽ പങ്കെടുത്ത നമുക്കെല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ. മരിച്ചുപോയവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. പാവപ്പെട്ട നാമം അവിടെ എത്തിച്ചേരുന്ന സന്ദർഭം അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും വർദ്ധിച്ച് അള്ളാഹു നൽകുമാറാവട്ടെ. രോഗികളായ നമ്മുടെ ഉസ്താദന്മാർ, അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ആലിമീങ്ങൾ കഴിഞ്ഞ വർഷം ജനുവരി തൊട്ട് ഡിസംബർ വരെയായി 3 വലിയ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, കുറച്ച് കഴിഞ്ഞ് കോയക്കുട്ടി മുസ്ലിയാർ സമസ്തൻ്റെ പ്രസിഡൻറ്റ്, കുറച്ച് കഴിഞ്ഞ് വീണ്ടും സമസ്തയുടെ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ഉമരംപുത്തൂർ ഉസ്താദ് അവറുകൾ, ഇപ്പോൾ വാപ്പ മുസ്ലിയാരെന്ന് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവർക്കും അള്ളാഹു തആല ഉയർന്ന ദർജകൾ നൽകുമാറാവട്ടെ. ഉഖറവിയ ജീവിതം ഭംഗിയാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്കും അള്ളാഹു ഖൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ചെറുപ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.